ഇന്നത്തെ ബേസിക് ലെസണിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് വവൽസിനെ കുറിച്ചാണ്. വവൽസ് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സെക്ഷനാണെന്ന് അറിയാം. എന്നാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലെസൺ ഇപ്പോൾ എടുക്കുന്നത്. വവൽ സൗണ്ട്സ് നമുക്ക് എ, ഇ, ഐ, ഒ, യു ആണെന്നറിയാം. അത് മലയാളത്തിൽ പറഞ്ഞാൽ അ, ആ, ഇ, ഈ, ഉ, ഊ, എ, ഒ, ഓ, എ, ഐ എന്നിങ്ങനെ ഒരു വീടിൻ്റെ തുടക്കത്തിൽ ശബ്ദം വന്നാൽ നമ്മൾ അവിടെ ചേർക്കേണ്ടത് അൻ ആണ്, എ അല്ല, ഒരു എന്ന അർത്ഥത്തിൽ. ഫോർ എക്സാമ്പിൾ, ആ, ആൻ അഡിഷൻ, ആനൽ, ആപ്പിൾ. അഡിഷൻ എന്ന് പറയുന്നത് ഒന്നിനോട് കൂട്ടിച്ചേർത്ത മറ്റൊന്നാണ്. ഒരു ബിൽഡിങ്ങിനോട് കൂട്ടിച്ചേർത്ത മറ്റൊരു ചെറിയ ബിൽഡിംഗ് ആവാം, അത് അഡിഷനാണ്. ആൻ അഡിഷൻ, ആൻ ആപ്പിൾ. ഈ ആൻ ഇഡിയം, ആൻ ഈഗിൾ. ഈ ഉ, ആൻ ഉഗാണ്ടൻ സിറ്റിസൺ. ഉ ചേർത്ത മറ്റൊരു വേർഡ് പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ് ഉഗാണ്ടൻ എന്നുള്ള പേരെടുത്ത്. ആൻ ഉഗാണ്ടൻ സിറ്റിസൺ, ആൻ ഊട്ടി ട്രിപ്പ്. എ, ആൻ എലഫൻ്റ്, ആൻ ഏണസ്റ്റ് മാൻ. ഏണസ്റ്റ് മാൻ എന്ന് പറഞ്ഞാൽ വെരി സിൻസിയർ ആൻഡ് സീരിയസ് എന്നാണ്. വളരെ ഗൗരവവും ആത്മാർത്ഥതയുമുള്ളതാണ് ഏണസ്റ്റ് എന്ന് പറയുന്നത്. ആൻ ഏണസ്റ്റ് മാൻ. നെക്സ്റ്റ് ഓ ആണ്. ആൻ ഒപ്രസർ, ആൻ ഓപ്ഷൻ. നെക്സ്റ്റ് ഐ ആണ്. ആൻ ഏലിയൻ. ഇത് ഏലിയൻ എന്ന ആളുകൾ പറയാറുണ്ട്. അങ്ങനെയല്ല അത് ഉച്ചരിക്കേണ്ടത്. ഏലിയൻ എന്ന് വേണം. എന്ന് വരുന്നത് IRL, URN അങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ സ്വരം വരുന്നത്. ഗേൾ, ടീട്ടൽ, ടേൺ, BURN, ബേൺ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അവിടെ ആ ഒരു എന്നുള്ള സ്വരം വരുന്നത്. ഇത് നമ്മൾ ഏലിയൻ എന്ന് പറയണം. ആൻഡ് ഏലിയൻ, ആൻഡ് ഐലൻഡ്. ഐലൻഡിൽ സൈലൻ്റ് ആണല്ലോ. ആൻഡ് ഐലൻഡ്. ഇനി യു ആണ്. യുവിൻ്റെ സ്വരം വരുന്നതും ഉ എന്ന് വരും, പിന്നെ അ എന്ന് വരും. ആൻ അംബ്രല, ആൻ ഊബർ. ബട്ട് നമുക്ക് അൺ യൂണിറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം യു വരുന്ന വാക്കുകളിൽ അതിൻ്റെ സ്വരം, യു ഇനിഷ്യലായിട്ട് വരുന്ന വേർഡുകളിൽ അതിൻ്റെ ഇനിഷ്യൽ സ്വരം വരുന്നത് യു എന്നാണെങ്കിൽ നമുക്ക് അൻ ഉപയോഗിക്കാൻ പാടില്ല. ആണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ അൻ യൂണിറ്റ് എന്ന് പറയില്ല, യൂണിറ്റ്. അതുപോലെയാണ് യൂണിവേഴ്സിറ്റിയും. അൻ യൂണിവേഴ്സിറ്റി പറയാൻ പറ്റില്ല, കാരണം സ്വരം വരുന്നത് യു എന്നാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി. യൂണിക്കോൺ, യൂണിക്കോൺ. പിന്നെ ഇംഗ്ലീഷിൽ ചില ആക്രണിംസ് ഉണ്ട്. ആക്രണിംസ് എന്ന് പറഞ്ഞാൽ 2 or more വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്ത് ഉണ്ടാക്കുന്ന വേർഡാണ് ആക്രണിം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ MLA. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്. അതിൻ്റെ മെമ്പറിൻ്റെ M, ലെജിസ്ലേറ്റീവിൻ്റെ L, അസംബ്ലിയുടെ I. അത് മൂന്നെടുത്ത് MLA എന്നാക്കി. MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. മെമ്പറിൻ്റെ M, പാർലമെൻറ്റിൻ്റെ P. LA കോപ്പ്. കോപ്പ് ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ് മീൻസ് പോലീസ്മാൻ. ലോസ് ഏഞ്ചലസ് കോപ്പ്. ഇതിനൊക്കെ മുമ്പിൽ നമ്മൾ ചേർക്കുന്നത് ആൻ ആണ്. ആൻ. കാരണം MLA എന്ന് മാത്രം പറയുമ്പോൾ അത് ആദ്യം വരുന്ന സ്വരം എം എന്നാണ്. MP,
എം, ആ സ്വരം എം എന്നാണ്. ആൻഡ് എൽ എ സ്വരം എൽ എന്നാണ് വരുന്നത്. ആൻഡ് എൻ എച്ച് എൻ. അപ്പോൾ ഈ ചുരുക്കരൂപങ്ങളുടെ ആക്രണിംസിൻ്റെ തുടക്ക ശബ്ദം എം, എൽ, എൻ അങ്ങനെ ആയതുകൊണ്ട് ആൻഡ് എം എൽ എ, ആൻഡ് എം പി, ആൻഡ് എൽ എ കോപ്പ്, ആൻഡ് എൻ എച്ച് നാഷണൽ ഹൈവേ. എൻ എച്ച് നാഷണൽ ഹൈവേയുടെ ഷോർട്ട് ഫോമുള്ള എൻ എച്ച് ആൻഡ് എൻ എച്ച്. അപ്പോൾ ആക്രണിംസിലും അതുപോലെ തന്നെ വൊവൽസിൻ്റെ മറ്റു ഉപയോഗങ്ങളിലുമുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർഡായെന്ന് കരുതുന്നു. അടുത്ത ലെസനുമായിട്ട് വീണ്ടും കാണാം.